LHN വീഡിയോസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിൽ നിന്നും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഫോസിൽ കടൽ രാക്ഷസൻ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിയുടെ ഫോസിലിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കടലിൽ നിന്ന് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഉരഗത്തിൻ്റെ ഫോസിൽ തിരിച്ചറിഞ്ഞത് നോർവീജിയൻ ശാസ്ത്രജ്ഞർ ആണ്. ആർട്ടിക് ദ്വീപ് ശൃംഖലയായ സ്വാൽബാർഡിൽ നിന്ന് 15 കോടി വർഷം മുമ്പ് ദിനോസറുകൾക്കൊപ്പം ഭൂമുഖത്തുണ്ടായിരുന്ന ഈ ഭീമൻ്റെ ഫോസിലുകൾ 2007 ഓഗസ്റ്റിലാണ് ഉദ്ഖനനം ചെയ്തെടുത്തത്. കടലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏത് ഉരഗത്തേക്കാളും 20% വലുതാണ് ഈ കടൽ രാക്ഷസൻ എന്ന് പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഡോക്ടർ ജോൺ ഹ്യൂരും അറിയിക്കുന്നു. മൂക്ക് മുതൽ വാലറ്റം വരെ അളന്നാൽ 15 മീറ്റർ, അതായത് 50 അടി നീളം വരും. ഒരു ചെറിയ കാറിനെ കടിച്ചെടുത്ത് രണ്ടായി മുറിക്കാൻ പോന്നത്ര വലുതും ഉറപ്പുള്ളതുമായ താടിയെല്ലുകളും വായയുമാണ് അതിൻ്റേതെന്ന് ഗവേഷകർ പറയുന്നു. പ്ലിയോസർ എന്ന് വിളിക്കുന്ന ദിനോസർ കാലത്ത് കടലുരഗ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ഈ രാക്ഷസൻ. വംശനാശം നേരിട്ടതാണ് ഈ വർഗം. രാക്ഷസൻ്റെ ഫോസിൽ കണ്ടെത്തിയ സ്വാൽബാർഡ് ദ്വീപിൻ്റെ സ്ഥാനം 15 കോടി വർഷം മുമ്പ് ആർട്ടിക്കിലായിരുന്നില്ല. അന്നത് ചൂടേറിയ ഒരു മേഖലയായിരുന്നു. പിന്നീട് ഫലക ചലനങ്ങളുടെ ഫലമായി ആർട്ടിക്കിൽ എത്തപ്പെട്ടതാണ്. ആ വിചിത്ര ദ്വീപ് ശൃംഖല ഇതിനകം തന്നെ ഫോസിൽ വേട്ടക്കാരുടെ ഇഷ്ടസങ്കേതമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 40ഓളം കടലുരഗങ്ങളുടെ ഫോസിലുകൾ ആ ഒറ്റ മേഖലയിൽ നിന്ന് കണ്ടെടുക്കാൻ പുരാവസ്തു ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒട്ടേറെ ഭീമന്മാരും ഉൾപ്പെടുന്നു. എന്നാൽ അവയൊക്കെ അതിലംഘിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ.